കാനന ചായയിൽ ആട് മേയ്ക്കാൻ ഞാനും വരട്ടെ നിന്റെ കൂടെ. യെസ് കേസ്, ഞാനിന്ന് കാനനത്തിലേക്ക് പോവാണ്. കാടിനെ പോലെ തന്നെ പയ്യെ പയ്യെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഭാരതപ്പുഴയും. നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ റീസൺ എന്താണെന്ന് വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ കേട്ടോ. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ഇറങ്ങിയപ്പോൾ നമ്മുടെ വയനാട്ടിലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുകാരെ ഒരു ബസ്സുമായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവൾ എന്താണ് ഈ പറയണേ, എങ്ങോട്ടാണ് പോകണമെന്നുള്ള ഡൗട്ടില്ല നിങ്ങൾക്ക്? ഓക്കെ, ഞാനിപ്പോൾ പോകുന്നത് വയനാട്ടിലേക്ക് ഒരു ക്യാമ്പ് അറ്റൻഡ് ചെയ്യാനാണ്. കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിൻ്റെയും DC ബുക്സിൻ്റെയും കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും കൂടെയുള്ള ഒരു കൊളാബറേഷൻ ആണ് കേട്ടോ ഈ ഒരു ക്യാമ്പ്. നമ്മൾ ഈ സിറ്റി ലൈഫും വർക്കൊക്കെ ആയിട്ട് നടക്കുന്ന സമയത്ത് കാടിനെ പറ്റിയും പ്രകൃതിയെ പറ്റി ആലോചിക്കുന്നു അല്ലേ? നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഈ കാടും പ്രകൃതിയും ഒന്നും ഇല്ലെങ്കിൽ നമ്മളില്ല എന്നുള്ളത്? എവിടെ ആലോചിക്കാനല്ലേ? സത്യതാണ്, ഈ കാടൊക്കെ പയ്യെ പയ്യെ നശിച്ചുകൊണ്ടിരിക്കാം. നമ്മൾ തന്നെയാണ് അതിന് ഉത്തരവാദികളും. അതുകൊണ്ട് തന്നെ കാടിനെ നമ്മൾ എങ്ങനെ സംരക്ഷിക്കണം, എങ്ങനെ അടുത്തറിയണം എന്നൊക്കെ മനസ്സിലാക്കി തരാനാണ് ഈ ഒരു കൊളാബറേഷൻ. രാത്രി എപ്പോഴേക്കും നൈറ്റ് പെട്രോളിങ്ങിന് പോകേണ്ട ഓഫീസേഴ്സൊക്കെ വന്നു. ഇനിയാണ് ഇൻട്രസ്റ്റിംഗ് പാർട്ട്. അവരുടെ കൂടെ നമ്മളും പോവുകയാണ് കേട്ടോ കൊടുങ്കാടിൻ്റെ ഉള്ളിലേക്ക്. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു. അപ്പോൾ അവിടെ ചെന്ന സമയത്ത് നമ്മൾ കണ്ടത് ഈ കടുവേനെയും ആനേനെയും കാട്ടുപോത്തിനൊക്കെയാണ്. ഭയങ്കരമായിട്ട് ഞാൻ ഭയങ്കര ഞെട്ടിപ്പോയ ഒരു സിറ്റുവേഷനൊക്കെ ആയിരുന്നു. ഞാൻ ഈ നൈറ്റ് പെട്രോളിങ്ങിന് പോയ സമയത്ത് തിരിച്ചറിഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. കാടിനെ ചെറുതായിട്ട് അറിഞ്ഞതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് മനസ്സിലായൊരു കാര്യം, നമ്മൾ നാട്ടിൽ എങ്ങനെ ജീവിക്കുന്നു അതുപോലെ മൃഗങ്ങൾക്കും അവിടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് നമ്മൾ ഒരിക്കലും നിഷേധിക്കാൻ പാടില്ല. ബാക്കി ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളായിട്ട് ഞാൻ നെക്സ്റ്റ് പാർട്ടിൽ വരുന്നുണ്ട്. അപ്പോൾ എന്നേക്ക് ബൈ ബൈ.